അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? നമുക്കറിയാം, നമ്മൾ ഈ കണ്ണേറ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഹസൂയ, നാവേറ്, ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണല്ലേ? ശരിക്കും ഇത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം എന്താ അറിയോ, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസൂയയെക്കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? അൽ ഐനു ഹഖ്, കണ്ണേറ് എന്നുള്ളത്, ഇസ്വാബത്തുൽ ഐനി എന്നുള്ളത് അത് വാസ്തവമാണ്, അത് ശരിക്കും സംഭവിക്കുന്ന ഒന്നാണ്, അത് ശരിക്കും ഉള്ള ഒന്നാണ് എന്നാണ് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ അസൂയ എന്നുള്ളത് ശരിക്കും നമ്മൾ വല്ലാണ്ട് പേടിക്കണം. അതേപോലെ തന്നെ നാവേറ്, ശരിക്കും നമ്മൾ ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടിയത് കാണുമ്പോൾ, ഉദാഹരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു നല്ലൊരു വാഹനം വാങ്ങി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഒരു വീട് വെച്ചു, ആ ഒരു ടൈമിൽ ശരിക്കും നമ്മൾ പറയേണ്ടതെന്താ? മാഷാ അല്ലാ എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണല്ലോ നമ്മൾ പറയേണ്ടത്. കാരണം എന്താ? അള്ളാഹു ആണ് ഓനിക്കത് കൊടുത്തത്, അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓനിക്കത് പടച്ച റബ്ബ് നൽകിയത്. അള്ളാഹിൻ്റെ തീരുമാനമാണ്. ആ അള്ളാഹിൻ്റെ തീരുമാനത്തിനെതിരെയാണല്ലോ ശരിക്കും നമ്മൾ ഈ അള്ളാഹ് ഓനിക്ക് കൊടുത്തിരിക്കുന്നത്, ഈ അള്ളാഹ് എനിക്ക് തരാത്തത് എന്നുള്ള അസൂയ വെക്കുന്നത്, അല്ലെങ്കിൽ കണ്ണീർ വെക്കുന്നത് അതിനാണല്ലോ. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഈ കണ്ണേറ് എന്നുള്ളത് നമ്മുടെ ലൈഫിനെ വല്ലാണ്ട് തകർക്കും. പടച്ചോനോട് ദുആ ചെയ്യുക, പടച്ചോനെ അവനക്ക് അതിൻ്റെ ഖൈറും ബർക്കത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ പടച്ചോന് നമുക്കും ഒരുപാട് തരും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കണ്ണേറ് മുഖാന്തരം ഒരുപാട് തരത്തിലുള്ള നഷ്ടങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കണ്ണേറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, സിഹറിൽ നിന്ന് എല്ലാം നമുക്ക് രക്ഷ നൽകുന്നൊരു സ്വലാത്താണ്. ഏതാ സ്വലാത്ത് അറിയോ? സ്വലാത്തുൽ ഫാത്തിഹ്. ഒരുപാട് ഫലങ്ങളുള്ള, ഒരുപാട് മഹത്വങ്ങളുള്ള, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് കണ്ണേറ്, അസൂയ, സിഹർ, അതുപോലെ നാവേറ്, ഇതിനൊക്കെ രക്ഷ ലഭിക്കണം എന്നുള്ള നിയ്യത്തോടു കൂടെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാക്കും. യാതൊരു ഡൗട്ടും വേണ്ട. അള്ളാഹു കാക്കട്ടെ എല്ലാ ആയിനീങ്ങളിൽ നിന്നും, സാഹിര്യങ്ങളിൽ നിന്നും, വാലിമീങ്ങളിൽ നിന്നും, അദുവ്യങ്ങളിൽ നിന്നും എല്ലാം പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. ആമീൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.